നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന മ്യൂസിയംസ് ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെന്റിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSC വഴിയാണ് മ്യൂസിയംസ് ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കേരള PSC പുറത്തിറക്കിയിരുന്നു. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം. ഇതാണ് കേരള PSC ഡിസംബർ 31 പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഫെബ്രുവരി 3 ആണ്. അപ്പോൾ ഫെബ്രുവരി 3 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കാറ്റഗറി നമ്പർ 490/2020 ആണ്. കേരള PSC തുളസി വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കേരള PSC തുളസി വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പരിശോധിക്കാം. ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് താഴോട്ട് വന്നു ഇവിടെ കാണാം. ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയംസ് ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് നൽകിയിരിക്കുന്ന പമ്പ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റാണ്. അപ്പോൾ പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്കാണ് നിലവിൽ കേരള PSC റിക്രൂട്ട്മെന്റ് നടത്താൻ പോകുന്ന മ്യൂസിയംസ് ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നടത്താൻ പോകുന്നത്. സ്കെയിൽ ഓഫ് പേ 18,000 രൂപ മുതൽ 41,500 രൂപ വരെയാണ് ഈ പറയുന്ന പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. നമ്പർ ഓഫ് വാക്കൻസീസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു വാക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എങ്കിൽ കൂടി നിങ്ങൾ അപേക്ഷിക്കുക. യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള പോസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കണം. അതിൽ നമ്പർ ഓഫ് വാക്കൻസീസ് നിങ്ങൾ നോക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആവും. മാത്രമല്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒരു വാക്കൻസിയാണ് ഉള്ളതെന്ന് പറഞ്ഞ് അതിൽ അപേക്ഷിക്കാതിരിക്കരുത്. അപ്പോൾ എന്തായാലും അതിൻ്റെ മറ്റ് വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ള സുഹൃത്തുക്കൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. SC ST OBC കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുമെന്നും ഇവിടെ നൽകിയിട്ടുണ്ട്. ഇനി എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാളിഫിക്കേഷൻസ് ഇതെല്ലാമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. SSLC ഉണ്ടായിരിക്കണം, SSLC പാസ്സായിരിക്കണം. അതൊരു അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയാണ്. അതോടൊപ്പം ഈ ഒരു ITI അതായത് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI പാസ്സായിരിക്കണം. അതായത് മോട്ടോർ മെക്കാനിക്കൽ ട്രേഡിൽ നിങ്ങൾ ITI പാസ്സായിരിക്കണം, അല്ലെങ്കിൽ അതിന് തത്തുല്യമായ രീതിയിലുള്ള നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശമുണ്ടായിരിക്കണം. അപ്പോൾ അതായത് മോട്ടോർ മെക്കാനിക് ട്രേഡിൽ ITI കഴിഞ്ഞ സുഹൃത്തുക്കൾക്കാണ് ഈ പറയുന്ന പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് നിലവിൽ അപേക്ഷിക്കാൻ കഴിയുക. മാത്രമല്ല മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് എന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ ഒരു സമയത്ത് ഹാജരാക്കേണ്ടി വരും. ഇപ്പോഴല്ലാതെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളത് ഹാജരാക്കേണ്ടി വരും. മാത്രമല്ല ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് കൂടി നൽകിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ആ സമയത്ത് ഹാജരാക്കേണ്ട മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അതായത് ഒരു അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസറിൽ നിന്നും നിങ്ങൾ വാങ്ങി വയ്ക്കേണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയും ഇവിടെ നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ആവശ്യമില്ല. അത് നിങ്ങൾക്ക് എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സമയത്താണ് അത് ഹാജരാക്കേണ്ടി വരിക. അപ്പോൾ അതുകൂടി ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. അവസാന തീയതി പ്രത്യേകം ശ്രദ്ധിക്കുക. ഫെബ്രുവരി 3 ആണ് അവസാന തീയതി. അപ്പോൾ ഫെബ്രുവരി 3 ബുധനാഴ്ച 12 മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. രാത്രി 12 മണി വരെ അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എന്തായാലും അതിന് മുന്നേ തന്നെ യോഗ്യരായിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു ട്രേഡിൽ ITI കഴിഞ്ഞ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് അവർക്ക് ഷെയർ ചെയ്ത് നൽകുക, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട. SSLCയും നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ITI മോട്ടോർ മെക്കാനിക്കൽ ITI കഴിഞ്ഞ സുഹൃത്തുക്കൾക്ക് അപേക്ഷിക്കാമെന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. പമ്പ് ഓപ്പറേറ്റർ പോസ്റ്റാണ്. മ്യൂസിയം ആൻഡ് സൂസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം ലഭിക്കുക. ഒരു ഒഴിവാണുള്ളത്. എങ്കിൽ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുക. മാത്രമല്ല ഈ ഒരു യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ ഒരു നോട്ടിഫിക്കേഷൻ പരിശോധിക്കാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ കേരള PSC തുളസി വഴി ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് യോഗ്യരാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കും താഴെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിന്നും യോഗ്യരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി പരിശോധിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.